അൻവറിനും UDFിനും പറയാനുള്ള പോയിന്റ് ഒന്നാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇരു കൂട്ടരുടെയും ഭാഷ രണ്ടാണെങ്കിലും പറയുന്ന പോയിന്റ് ഒന്നാണ്. സർക്കാരിന്റെ ചെയ്തികളെ UDF എതിർക്കുന്നതുപോലെ അൻവറും എതിർക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇരു കൂട്ടരെയും സർക്കാർ വേട്ടയാടുന്നത് ഒരുപോലെയാണ്. അൻവറിന് പിന്തുണ നൽകണമോ എന്നത് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുന്നണി നേതൃത്വമാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. പ്രതിപക്ഷ നേതാവിനെതിരെ പറയാനുള്ളത് P. ശശി എഴുതി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ P. ശശി ഒന്നും എഴുതി നൽകില്ല. ഇനിയും ഒത്തിരി കള്ളക്കളികൾ പുറത്തു വരാനുണ്ടെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. P. ശശിയെ പോലെ ഒരാളെ എഴുതി കൊടുത്ത് നിയമസഭയിൽ പറയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഒരു മുന്നണിയും ആ മുന്നണിയുടെ നേതൃത്വം താഴോട്ട് പോകാനാണ്. അപ്പോൾ അവർ വളരെ തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നത്. അന്ന് അൻവർ പറഞ്ഞു, അൻവറിനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് പറയുന്നതല്ലേ ശശി. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു ഇത് എഴുതി കൊടുത്ത P. ശശിയല്ല, പിണറായി വിജയനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ കഥയെല്ലാം കൃത്യമായി വന്നില്ലേ. P. ശശി എഴുതുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് എഴുതുമോ? മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായി ഇഷ്ടമില്ലാത്ത ആളുകളെ ഭസ്മീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടപടി കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ശ്രീ അൻവർ പറഞ്ഞതിലൂടെ ഒരു കാര്യത്തിലൂടി ഉറപ്പ് വന്നിരിക്കുകയാണ്. i4u News, ഏറ്റുമാനൂർ.